നമസ്കാരം. ന്യൂസ് റൂം ലൈവ് തുടരുന്നു. പ്രധാന വാർത്തകളിലേക്ക്. കാലിക്കറ്റ് സർവകലാശാല സെനറ്റ് യോഗത്തിൽ കയ്യാങ്കളി. വിസിയെ UDF അംഗങ്ങൾ കയ്യേറ്റം ചെയ്തെന്ന ആരോപണം. വിഷയങ്ങൾ അവതരിപ്പിക്കാൻ അനുവദിച്ചില്ലെന്ന UDF പ്രതിനിധികൾ. ഗവർണർ നോമിനേറ്റ് ചെയ്ത BJP അംഗങ്ങളെ തടഞ്ഞ SFI. ഗവർണർക്കെതിരെ അസാധാരണ നീക്കവുമായി സർക്കാർ. ക്രമസമാധാന പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്നുവെന്നാരോപിച്ച് രാഷ്ട്രപതിക്കും കേന്ദ്ര സർക്കാരിനും കത്ത്. ഗവർണർ പ്രകോപനമുണ്ടാക്കുന്നുവെന്ന് മുഖ്യമന്ത്രി. തലസ്ഥാനം ഇന്നും പ്രതിഷേധക്കളമാകും. KSU DGP ഓഫീസ് മാർച്ച് അല്പസമയത്തിനകം. യൂത്ത് കോൺഗ്രസ് സമരത്തിൽ 2.5 ലക്ഷം രൂപയുടെ പൊതുമുതൽ നശിപ്പിച്ചെന്ന് പോലീസ്. VD സതീശന്റേത് ഡയലോഗ് മാത്രമെന്ന് മുഹമ്മദ് റിയാസ്. കരുവന്നൂർ കേസിൽ CPM ജില്ലാ സെക്രട്ടറി വീണ്ടും ഇഡിക്ക് മുന്നിൽ. MM വർഗീസിനെ ചോദ്യം ചെയ്യുന്നത് 4ാം തവണ. CPMന് ബാങ്കിൽ അക്കൌണ്ട് ഉള്ളതായി അറിയില്ലെന്ന് MM വർഗീസ്. തമിഴ്നാട് മന്ത്രി പൊന്മുടിക്ക് മന്ത്രിസ്ഥാനം നഷ്ടമാകും. അനധികൃത സ്വത്ത് സമ്പാദന കേസിൽ തടവ് ശിക്ഷയും പിഴയും. ഭാര്യയ്ക്കും തടവ് ശിക്ഷ. പാർലമെന്റിൽ പ്രതിഷേധം കടുപ്പിക്കാൻ പ്രതിപക്ഷം. വിജയ് ചൌക്കിലേക്ക് MPമാരുടെ മാർച്ച്. കോൺഗ്രസ് പ്രവർത്തക സമിതി യോഗം ഇന്ന്. ക്രിസ്ത്യൻ വോട്ടുകൾ ഉന്നമിട്ട് BJPയുടെ സ്നേഹ സന്ദേശയാത്ര. K സുരേന്ദ്രൻ മാർ ജോർജ് ആലഞ്ചേരിയെ കണ്ടു. കർഷകരുടെ വിഷയങ്ങളിൽ സർക്കാരിനെതിരെ നിലപാട് കടുപ്പിച്ച് കത്തോലിക്ക കോൺഗ്രസ്. ഇന്ത്യ ദക്ഷിണാഫ്രിക്ക 3ാം ഏകദിനം ഇന്ന്. ജയിക്കുന്നവർക്ക് പരമ്പര. മത്സരം വൈകിട്ട് 4:30 മുതൽ ബോളാൻഡ് പാർക്കിൽ. കാലിക്കറ്റ് സർവകലാശാല സെനറ്റ് യോഗത്തിൽ ലീഗ് അംഗങ്ങളും ഇടതംഗങ്ങളും തമ്മിൽ കയ്യാങ്കളി. ലീഗ് അംഗങ്ങൾ ഡയസിൽ കയറി വൈസ് ചാൻസലറെ കയ്യേറ്റം ചെയ്യാൻ ശ്രമിച്ചു. അജണ്ടകൾ ചർച്ച ചെയ്യാതെ പാസാക്കിയെന്നാരോപിച്ചായിരുന്നു പ്രതിഷേധം. സംഘർഷത്തിലേക്ക് നീങ്ങിയതോടെ സെനറ്റ് യോഗം അവസാനിപ്പിച്ചു. അജണ്ടകൾ ചർച്ചയില്ലാതെ സെനറ്റ് പാസാക്കി. BC വിദ്യാർത്ഥികളുടെ വിഷയങ്ങളിൽ ചർച്ചയ്ക്ക് തയ്യാറല്ലെന്ന് P. അബ്ദുൽ ഹമീദ് ആരോപിച്ചു. സംഘപരിവാരത്തിന്റെ എച്ചിൽ നോക്കി ജീവിക്കട്ടെ. പക്ഷെ സംഘപരിവാറുകാരെ ഞങ്ങളുടെ യുദ്ധം കോൺഗ്രസിനോടോ ലീഗിനോടോ അല്ല, അവരെ കൂടെ ഈ സമരത്തിന്റെ കൂടെ കൂട്ടാൻ ഞങ്ങൾ ശ്രമിക്കുന്നത്. പക്ഷെ അവർ കൂടുന്നില്ല. സംഘപരിവാറുകാരെ കയറ്റില്ല ഞങ്ങളുടെ തീരുമാനം. ആ തീരുമാനം നടപ്പിലാക്കാൻ വേണ്ടിയുള്ള വലിയ സമരത്തിലാണ് ഞങ്ങൾ. SFI പ്രവർത്തകർ തടഞ്ഞതോടെ പത്മശ്രീ ജേതാവ് ബാലൻ പൂതേരി അടക്കം പുറത്തു നിൽക്കേണ്ടുന്ന സാഹചര്യമുണ്ടായി. ഞങ്ങൾ സെനറ്റ് മെമ്പർമാരാണ്. ഗവർണർ നോമിനേറ്റ് ചെയ്തിട്ടുള്ള 18 പേരിൽ ഏതാനും സെനറ്റ് മെമ്പർമാരാണ് ഇപ്പോൾ ഇവിടെ പുറത്ത് നിൽക്കുന്നത്. അപ്പോൾ ഞങ്ങൾ ഗവർണർ നോമിനേറ്റ് ചെയ്തവരാണ് എന്നുള്ളതിൻ്റെ പേരിൽ മാത്രം ഗവർണറോടുള്ള അന്ധമായ രാഷ്ട്രീയ വിരോധം നമ്മൾ കാണുന്നുണ്ടല്ലോ. SFI കാണിക്കുന്ന പേക്കൂത്ത് നമ്മൾ കാണുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ പേരിൽ മാത്രം അവർ ഇവിടെ ഗേറ്റിൻ്റെ മുന്നിൽ SFIയുടെ നേതാക്കന്മാർ നിന്നിട്ട് ഇവിടെ നിലവിലുള്ള സെനറ്റ് മെമ്പർമാരോട് പോലും നിങ്ങൾ RSS ആണോ എന്ന് പറഞ്ഞിട്ട് അവരെ തടുക്കുകയും അവരതിനകത്ത് കയറാൻ ചെയ്യാൻ്റെ ഫലമായിട്ട് അവരെ തടഞ്ഞു വയ്ക്കുകയും അതുപോലെ രാഷ്ട്രീയം ചോദിച്ചിട്ട് അവരെ ഞങ്ങളിവിടെ പുറത്തു നിർത്തി. ഗവർണർ നോമിനേറ്റ് ചെയ്ത ഒരാളെയും അതിൽ അവരുടെ 2 പേരുണ്ടെന്നുള്ളത് വളരെ പ്രത്യേകമാണ്. അവരിതുവരെ അവരുടെ 2 പേരെ രാജിവെപ്പിച്ചിട്ടില്ല. അപ്പോൾ അവരുടെ 2 പേരടക്കമുള്ള ഗവർണർ നോമിനേറ്റ് ചെയ്ത മുഴുവൻ ആളുകളെയും അവർ ഇവിടെ അവരുടെ ആൾക്കാരകത്ത് കയറിയിട്ടുണ്ടാവും. ബാക്കി എല്ലാവരും ഇവിടെ തടഞ്ഞു നിർത്തിക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾക്ക് സംഘർഷം ഉണ്ടാക്കാനൊന്നും ഞങ്ങൾ ഉദ്ദേശിക്കുന്നില്ല. ഞങ്ങളെല്ലാവരും അധ്യാപകരും ഒക്കെയാണ്. ഞങ്ങൾ സംഘർഷം ഉണ്ടാക്കാൻ ഉദ്ദേശിക്കുന്നില്ല. ഞങ്ങൾ CI സാറിനോട് റിപ്പോർട്ട് ചെയ്തു. പക്ഷേ ഇതുവരെ പ്രതികരണങ്ങളൊന്നും പോലീസിൻ്റെ ഭാഗത്തുണ്ടായിട്ടില്ല. നമുക്ക് നോമിനേറ്റ് ചെയ്ത് വിചാരിച്ചിട്ട് നമ്മൾ വേറെ പിടിച്ചുപറിച്ചൊന്നുമില്ലല്ലോ. നമ്മളെ അപേക്ഷ കൊടുത്തു, നമ്മളെ യോഗ്യത അനുസരിച്ച് സെലക്ട് ചെയ്തു, അത്രയേ ഉള്ളൂ. ഗവർണറുടെ നോമിനി ആയതാണ്. ഞങ്ങളിപ്പോൾ ആരോടും വാദപ്രതിവാദത്തിനോ സംഘടനത്തിനോ ഒന്നും പോകണില്ല. നമുക്ക് കഴിയില്ല, നമ്മളെ ആരോഗ്യമില്ല. കാഴ്ചയില്ലാത്ത ഒരാൾക്ക് എന്ത് ചെയ്യാൻ കഴിയും? ഗവർണർ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ ചാൻസലറാണ്. അപ്പോൾ ചാൻസലർ അദ്ദേഹത്തിന് വിവിധ മേഖലകളിലെ പ്രമുഖരെ, അത് നമുക്കറിയാം, കേരളത്തിലെ ഉന്നത വിദ്യാഭ്യാസ രംഗം ഇപ്പോൾ മുരടിച്ചു നിൽക്കുന്ന ഒരു സ്ഥിതിയുണ്ട്. അതിനൊരു മാറ്റം വരുത്താൻ വേണ്ടി
ആത്മാർത്ഥമായി ശ്രമിക്കുന്ന ഒരു ഗവർണറായിട്ടാണ് ഇപ്പോഴത്തെ ചാൻസലറെ നമുക്ക് അനുഭവപ്പെടുന്നത്. അപ്പോൾ പതിവ് രീതി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ മനസ്സിലാക്കുന്നത് എവിടെ നിന്നോ വരുന്ന ശുപാർശകൾ അംഗീകരിക്കപ്പെടാറാണ്. എന്നാൽ ഇത്തവണ ഉണ്ടായത് ഞങ്ങളെപ്പോലുള്ള വ്യക്തികളെ കുറിച്ച് അന്വേഷിച്ച് അതത് മേഖലകളിൽ പ്രാവീണ്യമുള്ളവർ, അതുപോലെ തന്നെ വിദ്യാഭ്യാസ മേഖലയോട് ആഭിമുഖ്യമുള്ളവർ, അവരെ ഉൾപ്പെടുത്തിക്കൊണ്ട് കേരളത്തിൻ്റെ ഉന്നത വിദ്യാഭ്യാസ മേഖലയെ മെച്ചപ്പെടുത്തുക, ഗുണപരമായ മാറ്റമുണ്ടാക്കുക, അത് കേരളത്തിലെ എല്ലാ വിദ്യാർത്ഥികൾക്കും കേരളീയ സമൂഹത്തിന് ഒന്നാകെ തന്നെ മെച്ചമുണ്ടാകുന്ന രീതിയിലുള്ള പരിവർത്തനം സാധ്യമാക്കുക എന്നത് ഒരു മഹത്തായ ദൗത്യത്തിൻ്റെ തുടക്കമാണിത്. MS അനീഷ് കുമാർ വിവരങ്ങളുമായി ചേരുകയാണ്. അനീഷ്, സെനറ്റ് യോഗം ആകെ അലങ്കോലപ്പെടുന്ന സാഹചര്യമാണ് ഉണ്ടായത്. ഗവർണർ നോമിനേറ്റ് ചെയ്തവരെ SFI തടയുന്നു. അകത്ത് സെനറ്റ് അംഗങ്ങൾ തമ്മിൽ വലിയ തോതിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകുന്നു, കയ്യേറ്റം ഉണ്ടാകുന്നു. എന്തൊക്കെയാണ് ഇന്ന് കാലിക്കറ്റ് സർവകലാശാലയിൽ സംഭവിച്ചത്? സെനറ്റ് യോഗത്തിൽ പങ്കെടുക്കാനായി BJP അനുകൂല സെനറ്റ് അംഗങ്ങൾ സെനറ്റ് ഹൗസിന് സമീപം എത്തിയപ്പോൾ തന്നെ പ്രതിഷേധവുമായി SFI പ്രവർത്തകർ രംഗത്തെത്തി. വ്യക്തിപരമായല്ല, മറിച്ച് രാഷ്ട്രീയമായ കാരണങ്ങളാൽ ഗവർണർ നാമനിർദ്ദേശം ചെയ്തു എന്ന സാഹചര്യത്തിൽ സംഘപരിവാർ അനുകൂലികളെ സെനറ്റിനുള്ളിലേക്ക് കടത്താൻ കഴിയില്ല എന്ന നിലപാടാണ് തങ്ങൾ സ്വീകരിക്കുന്നതെന്ന് SFI പ്രവർത്തകർ അറിയിച്ചു. പിന്നീട് ഓരോ പ്രവർത്തകരായി ഓരോ സെനറ്റ് അംഗങ്ങളായി സ്ഥലത്തെത്തി ലീഗിൻ്റെയും മുസ്ലിം ലീഗിൻ്റെയും UDF-ൻ്റെയും ഇടതുപക്ഷ അനുകൂല സംഘടനാ പ്രതിനിധികളും ഒക്കെ എത്തിയെങ്കിലും അവരെ ആരെയും SFI പ്രവർത്തകർ തടഞ്ഞില്ല. അവർ സെനറ്റ് യോഗത്തിലേക്ക് പോവുകയും ചെയ്തു. ഇതിനു പിന്നാലെ ഏതാണ്ട് അരമണിക്കൂറോളം പോലീസ് സമരക്കാരുമായി ചർച്ച നടത്തി. ഒടുവിൽ പ്രതിഷേധക്കാരെ അറസ്റ്റ് ചെയ്ത് നീക്കുന്നതിനുള്ള ശ്രമങ്ങൾ ആരംഭിച്ചു. 10:45 ആയപ്പോഴേക്കും മുഴുവൻ പ്രവർത്തകരെയും അറസ്റ്റ് ചെയ്ത് നീക്കിയിരുന്നു. എന്നാൽ ആ സമയത്തേക്കും സെനറ്റ് യോഗം അവസാനിപ്പിച്ച് നേരത്തെ സെനറ്റ് ഹാളിലേക്ക് പോയ അംഗങ്ങൾ താഴേക്ക് എത്തുകയായിരുന്നു. വളരെ നാടകീയമായ രംഗങ്ങളാണ് ഇന്നത്തെ സെനറ്റ് യോഗത്തിലും നടന്നത്. കാര്യമായ ചർച്ചകൾ ഇല്ലാതെ അജണ്ടകൾ പാസ്സാക്കുന്നുവെന്നാരോപിച്ച് സെനറ്റ് യോഗത്തിൽ മുസ്ലിം ലീഗിന്റെയും കോൺഗ്രസിന്റെയും അംഗങ്ങൾ രംഗത്തെത്തി. ഇതേ തുടർന്ന് യോഗം കയ്യാങ്കളിയിലേക്ക് നീങ്ങുകയായിരുന്നു. വൈസ് ചാൻസലറുടെ ഡയസിന് സമീപം എത്തിയ മുസ്ലിം ലീഗിന്റെ പ്രവർത്തകർ വൈസ് ചാൻസലറെ കയ്യേറ്റം ചെയ്യാൻ ശ്രമിച്ചു എന്ന ആരോപണമാണ് ഉന്നയിക്കുന്നത്. എന്നാൽ ഇടത് അനുകൂല സെനറ്റ് അംഗങ്ങൾ തങ്ങളെ കയ്യേറ്റം ചെയ്യാൻ ശ്രമിച്ചു എന്നാണ് ലീഗ് അംഗങ്ങൾ പറയുന്നത്. യാതൊരു വിഷയങ്ങളും കാര്യമായ ചർച്ചകൾ സെനറ്റിൽ നടന്നില്ല. വിദ്യാർത്ഥികളുമായി ബന്ധപ്പെട്ടുള്ള വിഷയങ്ങൾ ചർച്ച ചെയ്യാതെ പാസ്സാക്കാൻ അനുവദിക്കില്ല എന്നും പ്രഖ്യാപിച്ചു. എന്തായാലും 40 മിനിറ്റിനുള്ളിൽ സെനറ്റ് യോഗം കഴിഞ്ഞ് അംഗങ്ങൾ താഴേക്ക് എത്തുകയും ചെയ്തു. അതുകൊണ്ട് പ്രവർത്തകരെ സ്ഥലത്തു നിന്നും നീക്കം ചെയ്തെങ്കിൽ പോലും ഈ BJP അനുകൂല സെനറ്റ് അംഗങ്ങൾക്ക് ഇന്നത്തെ യോഗത്തിൽ പങ്കെടുക്കാൻ കഴിഞ്ഞിട്ടില്ല. അവർ പിന്നീട് വൈസ് ചാൻസലറുമായി കൂടിക്കാഴ്ച നടത്തി തങ്ങളുടെ പ്രതിഷേധം അറിയിക്കുകയും ചെയ്തു. പോലീസ് കാര്യക്ഷമമായ നടപടിക്രമങ്ങൾ കൈക്കൊള്ളാത്തത് കൊണ്ടാണ് തങ്ങൾക്ക് ഇന്നത്തെ യോഗത്തിൽ പങ്കെടുക്കാൻ പറ്റാതെ വന്നതെന്നും നിയമപരമായ നടപടിക്രമങ്ങൾ ഇക്കാര്യത്തിൽ സ്വീകരിക്കുമെന്നും സെനറ്റ് അംഗങ്ങൾ പറയുകയും ചെയ്തു. വൈസ് ചാൻസലറെ UDF അംഗങ്ങൾ കയ്യേറ്റം ചെയ്തു എന്നാരോപിച്ച് സർവകലാശാലയിലെ അധ്യാപകരും ജീവനക്കാരും അടക്കുന്ന സംഘടന പ്രതിഷേധം നടത്തുകയും ചെയ്തു. എന്തായാലും പ്രവർത്തകരെ അറസ്റ്റ് ചെയ്ത് നീക്കുകയും ചെയ്തു. സെനറ്റ് അംഗങ്ങൾ പൂർണ്ണമായും ക്യാമ്പസിൽ നിന്നും മടങ്ങുകയും ചെയ്തിട്ടുണ്ട്. MS അനീഷ് കുമാറാണ് വിവരങ്ങൾ നൽകിയത്. ഗവർണർക്കെതിരെ നിർണായക നീക്കവുമായി സർക്കാർ. ഭരണഘടനാ ചുമതലകൾ ഗവർണർ നിർവഹിക്കുന്നില്ലെന്നാരോപിച്ച് രാഷ്ട്രപതിക്ക് കത്തയച്ചു. നിരന്തരമായി പ്രോട്ടോകോൾ ലംഘനം നടത്തുന്നുവെന്നതടക്കമുള്ള ആരോപണങ്ങൾ ഉന്നയിച്ചാണ് മുഖ്യമന്ത്രി രാഷ്ട്രപതിക്ക് കത്തയച്ചത്. വിവരങ്ങളുമായി VV അരുൺ ചേരുന്നു. അരുൺ, ഗവർണർക്കെതിരെ നിർണായക നീക്കമാണ് സർക്കാരിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത്. എന്തൊക്കെയാണ് ഈ കത്തിന്റെ ഉള്ളടക്കം? വിവരങ്ങൾ. സംസ്ഥാനത്തെ ക്രമസമാധാന നില തകരാറിലാക്കാൻ ഗവർണർ ഇടപെടുന്നു. ഗവർണർ നിരന്തര പ്രോട്ടോകോൾ ലംഘിക്കുന്നു. ഭരണഘടനാ തത്വങ്ങൾ ഗവർണർ പാലിക്കുന്നില്ല. ഇതാണ് മുഖ്യമന്ത്രി രാഷ്ട്രപതിക്ക് അയച്ച കത്തിലെ പ്രധാന പരാമർശങ്ങൾ. നേരത്തെ തന്നെ രാഷ്ട്രപതിക്ക് കത്തയക്കുമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ വ്യക്തമാക്കിയിരുന്നു. ഗവർണർ നീക്കങ്ങൾ ഭരണഘടനയ്ക്ക് വിരുദ്ധമാണ്. സംസ്ഥാനത്തെ ഭരണത്തെ അട്ടിമറിക്കാനുള്ള ശ്രമങ്ങളാണ് ഗവർണർ നടത്തുന്നതെന്ന ആരോപണമാണ് മുഖ്യമന്ത്രിയും സർക്കാരും ഉന്നയിക്കുന്നത്. അതിന്റെ ഭാഗമായാണ് രാഷ്ട്രപതിക്ക് കത്തയച്ചിരിക്കുന്നത്. നേരത്തെ സംസ്ഥാനത്തെ ഭരണഘടനാ തത്വങ്ങൾ, ഭരണഘടനാ സംവിധാനങ്ങൾ തകരുന്നു എന്ന വിമർശനം ഗവർണർ വാർത്താക്കുറിപ്പിലൂടെ ഉന്നയിച്ചിരുന്നു. അതിൽ നിന്ന് കൂടുതൽ നീക്കങ്ങൾ ഗവർണറുടെ ഭാഗത്തുണ്ടാക്കുമെന്ന് സർക്കാർ മനസ്സിലാക്കി. അത് അത്തരം നീക്കം ഗവർണർ ഉണ്ടാകുന്നതിന് മുന്നോടിയായാണ് സർക്കാർ ഇങ്ങനെ ഒരു കത്ത് മുഖ്യമന്ത്രി അയച്ചിരിക്കുന്നത്. വാർത്താ സമ്മേളനത്തിലും മുഖ്യമന്ത്രി ഗവർണർക്കെതിരെ രൂക്ഷ വിമർശനമാണ് ഉന്നയിച്ചത്. അരുൺ, ഒരു വിട്ടുവീഴ്ചയും ഇല്ല എന്ന നിലപാടിൽ തന്നെയാണോ സർക്കാർ? നമുക്കറിയാം, നിയമ പോരാട്ടം ഒരു ഭാഗത്ത് നടക്കുന്നു. ഗവർണറുടെ രീതികളെ, അദ്ദേഹത്തിന്റെ രാഷ്ട്രീയം ഇവിടെ നടപ്പാക്കുന്നതിനായ പ്രത്യക്ഷ സമരം
SFIയും മറ്റും നടത്തുന്നു. അതിന് പിന്നാലെ ഇപ്പോൾ രാഷ്ട്രപതിക്ക് കത്തയക്കുക എന്ന ഒരു നീക്കം കൂടി സർക്കാരിന്റെ ഭാഗത്തു നിന്നും മുഖ്യമന്ത്രിയുടെ ഭാഗത്തു നിന്നും ഉണ്ടാവുകയാണ്. അപ്പോൾ സാധ്യമായ എല്ലാ നിലയിലും പോരാട്ടം കടുപ്പിക്കുക എന്നതാണ് സർക്കാർ നീക്കം, അല്ലേ? വിട്ടുവീഴ്ചയ്ക്കുള്ള എല്ലാ വഴികളും അടഞ്ഞു കഴിഞ്ഞു ഇവിടെ എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. വിട്ടുവീഴ്ചയ്ക്ക് ഇനി അവസരമില്ല. രേണുക, ഇപ്പോൾ ഈ ദൃശ്യങ്ങളിലുള്ളത് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരുടെ കരിങ്കൊടി പ്രതിഷേധമാണ്. യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ ആറ്റിങ്ങലിൽ മുഖ്യമന്ത്രിക്ക് കരിങ്കൊടി കാണിച്ച പ്രവർത്തകരെ പോലീസ് അറസ്റ്റ് ചെയ്യുന്ന ദൃശ്യങ്ങളാണ് കാണുന്നത്. രണ്ടിടത്ത് ഇതിനകം കരിങ്കൊടി കാണിച്ചിട്ടുണ്ട്. പാലമൂട് ജംഗ്ഷനിലും അതുപോലെ തന്നെ മറ്റൊരിടത്തും യൂത്ത് മുഖ്യമന്ത്രിക്ക് കരിങ്കൊടി കാണിച്ചു. അതിന് ദൃശ്യങ്ങളാണ് നമ്മൾ കണ്ടത്. വലിയ പ്രതിഷേധം യൂത്ത് കോൺഗ്രസിന്റെ ഭാഗത്ത് സംസ്ഥാന വ്യാപകമായി ഉണ്ടാകുന്നു. അതിന്റെ തുടർച്ചയാണ് നവകേരള സദസ് നടക്കുന്ന ഇവിടെയും ഇത്തരത്തിലൊരു പ്രതിഷേധം നടക്കുന്നത്. ഇന്നലെ വലിയ പ്രതിഷേധം ഇവിടെ ഉണ്ടായിരുന്നു. ഇപ്പോൾ വീണ്ടും മുഖ്യമന്ത്രിക്കെതിരെ കരിങ്കൊടി പ്രതിഷേധം നടത്തുകയാണ് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ. മുഖ്യമന്ത്രിക്കെതിരെ കരിങ്കൊടി പ്രതിഷേധം ഉണ്ടായിരിക്കുന്നു. വീണ്ടും ആറ്റിങ്ങലിലാണ് മുഖ്യമന്ത്രിക്കും വാഹന വ്യൂഹത്തിനും നേരെ കരിങ്കൊടി പ്രതിഷേധം ഉണ്ടായത്. പ്രവർത്തകരെ പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കി. അവരെ ഇപ്പോൾ അറസ്റ്റ് ചെയ്ത് നീക്കുന്ന ദൃശ്യങ്ങളാണ് നമ്മൾ കാണുന്നത്. മുഖ്യമന്ത്രി നവകേരള സദസ്സിനെതിരായ പ്രതിഷേധം തുടരുകയാണ്. മുഖ്യമന്ത്രിയും മന്ത്രിമാരും സഞ്ചരിച്ച വാഹനത്തിന് നേരെ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ ഇന്നും കരിങ്കൊടി കാണിച്ചിരിക്കുന്നു. ആറ്റിങ്ങൽ വെച്ചാണ് കരിങ്കൊടി കാണിച്ചിരിക്കുന്നത്. അവരെ പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കിയിരിക്കുന്നു. അരുൺ, ഇന്നലെയും പലയിടങ്ങളിലും സംഘർഷങ്ങളുണ്ടായി. ഡിവൈഎഫ്ഐ പ്രവർത്തകരും യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരും ഏറ്റുമുട്ടുന്ന സാഹചര്യമൊക്കെ ആറ്റിങ്ങലിൽ തന്നെ ഇന്നലെ ഉണ്ടായി. ഇന്നിപ്പോൾ അവിടെ ഡിവൈഎഫ്ഐ പ്രവർത്തകരുടെ സാന്നിധ്യം ഉണ്ടായിരുന്നോ അതോ പോലീസ് അവരെ പിടിച്ചു മാറ്റുകയായിരുന്നോ? എന്താണ് അവിടെ നടന്നത്? ഇന്ന് രണ്ടിടത്തും ഇപ്പോൾ രാവിലെ തന്നെ കരിങ്കൊടി പ്രതിഷേധം ഉണ്ടായത്. രണ്ടിടത്തും യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ മാത്രമാണ് ഉണ്ടായിരുന്നത്. ഡിവൈഎഫ്ഐ പ്രവർത്തകർ പ്രതിരോധിക്കാൻ എത്തിയിരുന്നില്ല. ഏതായാലും രണ്ടിടത്തും മുഖ്യമന്ത്രിയുടെ വാഹന വ്യൂഹത്തിന് നേരെ മന്ത്രിമാർ സഞ്ചരിച്ച ബസ്സിന് നേരെ കരിങ്കൊടി വീശി പ്രതിഷേധിച്ചു. ഇന്ന് രാവിലെ വാർത്താസമ്മേളനത്തിൽ മുഖ്യമന്ത്രി കരിങ്കൊടി പ്രതിഷേധങ്ങൾക്ക് തങ്ങൾ എതിരല്ല, പലപ്പോഴും തങ്ങനെ കരിങ്കൊടി കാണിക്കുമ്പോൾ കൈവീശിക്കാട്ടി മുന്നോട്ട് പോകാറുണ്ട്, പക്ഷേ ബസ്സിന് മുന്നിൽ ചാടുന്നതാണ് പ്രശ്നമെന്ന് പറഞ്ഞിരുന്നു. ഏതായാലും ശക്തമായ പ്രതിഷേധം തുടരാനാണ് യൂത്ത് കോൺഗ്രസ് തീരുമാനം. അതിന്റെ ഭാഗമായാണ് ഈ ആറ്റിങ്ങലിൽ ഇപ്പോൾ തന്നെ രണ്ടിടത്ത് കരിങ്കൊടി കാണിച്ചിരിക്കുന്നത്. ഇന്നലെ ആറ്റിങ്ങൽ മണ്ഡലത്തിൽ തന്നെ കരിങ്കൊടി കാണിക്കാനുള്ള ശ്രമം വലിയ സംഘർഷത്തിലേക്ക് നീങ്ങിയിരുന്നു. കരിങ്കൊടി കാണിക്കാനായിട്ട് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരും ഡിവൈഎഫ്ഐ പ്രവർത്തകരുമായി ഏറ്റുമുട്ടൽ. ഡിവൈഎഫ്ഐ പ്രവർത്തകരെ യൂത്ത് കോൺഗ്രസുകാർ മർദ്ദിച്ചു. കൊല്ലത്ത് കണ്ടതിന് സമാനമായ കാഴ്ച ഇവിടെ ഉണ്ടായിരുന്നു. കാരണം കൂടുതൽ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ നേരത്തെ സംഘടിച്ചു തന്നു. അവിടേക്ക് ഡിവൈഎഫ്ഐ പ്രവർത്തകർ എത്തുമ്പോൾ അവരെ ആക്രമിക്കുകയായിരുന്നു. ഏതായാലും ഇന്ന് ആറ്റിങ്ങൽ ചിറയൻകീഴ് മണ്ഡലത്തിലെ യോഗത്തിൽ പങ്കെടുക്കാനാണ് മുഖ്യമന്ത്രി മന്ത്രിമാരും അല്പസമയം മുമ്പ് ഇതുവഴി പോയത്. തോന്നയ്ക്കലാണ് പരിപാടി. അതിനുശേഷം മറ്റു മണ്ഡലങ്ങളിലും ഇന്ന് ആറ്റിങ്ങൽ മാമത്ത് പരിപാടിയുണ്ട്. വെഞ്ഞാറമൂട് മണ്ഡലങ്ങളിലും ഇന്നത്തെ നവകേരള സദസ്സിന്റെ പൊതുയോഗങ്ങളുണ്ട്. അവിടെയുമൊക്കെ സമാന പ്രതിഷേധം ഉണ്ടാകുമെന്ന സൂചനകൾ തന്നെയാണ് ലഭിക്കുന്നത്. ഇവിടെ ഇപ്പോൾ വാഹനത്തിന് മുഖ്യമന്ത്രിയുടെ വാഹനത്തിന് നേരെ കരിങ്കൊടി കാണിക്കാൻ പ്രവർത്തകർക്കായോ അതിന് മുന്നിലേക്ക് എത്തുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. നമുക്ക് അറസ്റ്റ് ചെയ്ത് നീക്കുന്ന ദൃശ്യങ്ങളാണ് നമുക്ക് ലഭ്യമായിട്ടുള്ളത്. ശരി, എന്തായാലും ആറ്റിങ്ങലിലും മുഖ്യമന്ത്രിക്ക് നേരെ കരിങ്കൊടി പ്രതിഷേധം ഉണ്ടായിരിക്കുന്നു. പ്രവർത്തകരെ പോലീസ് അവിടെ നിന്ന് അറസ്റ്റ് ചെയ്ത് നീക്കുകയാണ്. വലിയ സംഘർഷങ്ങളിലേക്കൊന്നും കാര്യം പോയിട്ടില്ല. ഇന്ന് രണ്ടിടത്താണ് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ മന്ത്രിമാരും സഞ്ചരിച്ച വാഹനത്തിന് നേരെ കരിങ്കൊടി വീശിയത്. പ്രവർത്തകരെ പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കി. ഗവർണർക്കെതിരെ മുഖ്യമന്ത്രി. നാട്ടിലെ സമാധാന അന്തരീക്ഷം ഇല്ലാതാക്കാൻ ഗവർണർ നല്ല ശ്രമം നടത്തുന്നുണ്ടെന്ന് മുഖ്യമന്ത്രി വിമർശിച്ചു. ആരെയും അനുസരിക്കേണ്ട കാര്യമില്ല എന്നാണ് ഗവർണറുടെ നിലപാട്. ഗവർണറുടെ കെണിയിൽ SFI വീഴാത്തത് അഭിനന്ദനാർഹമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. കേരളത്തിൻ്റെ സമാധാനപരമായ അന്തരീക്ഷത്തെ അത് തുറന്നു കൊണ്ടുപോകുന്നതിന് പറ്റുന്ന നിലപാടല്ല സ്വീകരിച്ചിട്ടുള്ളത്. ഇത് നിങ്ങളെ സുഹൃത്തുക്കൾ തന്നെ ചോദിച്ചപ്പോൾ എനിക്കാരെയും അംഗീകരിക്കേണ്ട കാര്യമില്ല, ഞാൻ തോന്നിയത് ചെയ്യുമെന്നാണ് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ സാധാരണ ഉത്തരവാദപ്പെട്ട സ്ഥാനത്തിരിക്കുന്ന ഒരാളുടെ പ്രതികരണ രീതിയല്ലത്. അപ്പോൾ നാട്ടിൽ പ്രകോപനം സൃഷ്ടിച്ച് സംഘർഷാന്തരീക്ഷം ഉണ്ടാക്കുക, അതാണ് അദ്ദേഹം ഉദ്ദേശിച്ചതെന്ന് വ്യക്തമാണ്. അതിലൂടെ
ഇതുപോലൊരു സ്ഥാനത്തിരിക്കുന്നയാൾ ഇനി പറയാൻ ബാക്കി മോശം വാക്കുകളൊന്നും ഇല്ല എന്നാണ് തോന്നുന്നത്. ആ തരത്തിലുള്ള കുറേ വാക്കുകളാണ് അദ്ദേഹം ഇങ്ങനെ വിളിച്ചു പറഞ്ഞുകൊണ്ടിരുന്നത്. പക്ഷെ അതെല്ലാമായിട്ടോ ഉയർന്ന ബോധത്തോടെ തന്നെ വിദ്യാർത്ഥികൾ നിൽക്കുകയും അദ്ദേഹം ചാൻസലർ എന്ന നിലക്ക് കാണിക്കുന്ന നിലവാര തകർച്ചയിലേക്ക് ആ വിദ്യാർത്ഥികൾ താഴാതിരിക്കുകയും ചെയ്തു. അത് നല്ല ഒരു അവസ്ഥ തന്നെയാണ് ഉണ്ടാക്കിയത്. ഇടവേളയ്ക്ക് ശേഷം ന്യൂസ് റൂം ലൈവ് തുടരും. വാർത്തകൾ തുടരുന്നു. മറിയക്കുട്ടിയുടെ ഹർജിയിൽ സർക്കാരിന് ഹൈക്കോടതിയുടെ വിമർശനം. മറിയക്കുട്ടിക്ക് പെൻഷൻ നൽകിയേ തീരൂ എന്ന് ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രൻ പറഞ്ഞു. ആഘോഷങ്ങളൊന്നും സർക്കാർ വേണ്ടെന്ന് വയ്ക്കുന്നില്ല, അതുകൊണ്ട് കയ്യിൽ പണമില്ലെന്ന് സർക്കാർ പറയരുതെന്നും കോടതി ചൂണ്ടിക്കാട്ടി. നവമി ദിനേശ് ഉണ്ട് വാർത്തയുടെ വിശദാംശങ്ങളുമായി. നവമി, മറിയക്കുട്ടിയുടെ ഹർജിക്ക് മുന്നിൽ സർക്കാരിന് വീണ്ടും വിമർശനം ഏൽക്കേണ്ടി വന്നിരിക്കുകയാണ്. എന്തൊക്കെയാണ് ഇന്ന് കോടതി പറഞ്ഞത്? രേണുക, വേണമെങ്കിൽ അഭിഭാഷകരുടെ കയ്യിൽ നിന്നും പിരിവിട്ട് പണം നൽകുന്നതടക്കമുള്ള കാര്യങ്ങൾ പരിശോധിക്കാമെന്നുള്ളൊരു വൈകാരികമായ പ്രതികരണമായിരുന്നു ഹൈക്കോടതിയുടെ ഭാഗത്തു നിന്ന് ഇന്നുണ്ടായത്. 78 വയസ്സുള്ള സ്ത്രീയാണ് മരിയക്കുട്ടി. സ്വന്തമായി അവർക്ക് വീടില്ല, സ്വത്തില്ല. അവരുടെ മരുന്നിനും ഭക്ഷണത്തിനും വേണ്ടി മാത്രമാണ് 1500 രൂപയ്ക്ക് വേണ്ടി അവർ സർക്കാരിന് മുന്നിൽ കൈനീട്ടി നിൽക്കുന്നത്. ഇതുപോലും സർക്കാരിന് കൊടുക്കാൻ കഴിയുന്നില്ലേ എന്നുള്ളൊരു രൂക്ഷ വിമർശനവുമായിരുന്നു ഹൈക്കോടതി ഉന്നയിച്ചത്. ഒപ്പം തന്നെ സാമ്പത്തിക പ്രതിസന്ധിയാണ് കോടതി ചോദ്യം ചെയ്യുന്നത്. കേന്ദ്ര സർക്കാരിന്റെ വിഹിതം കിട്ടിയില്ല എന്നുള്ളൊരു മറുപടിയായിരുന്നു സർക്കാർ കോടതിയെ അറിയിച്ചത്. പക്ഷേ ഇത്രയും വലിയ സാമ്പത്തിക പ്രതിസന്ധി ഉണ്ടെങ്കിലും പിന്നെ എന്തുകൊണ്ടാണ് സർക്കാർ ആഘോഷങ്ങളൊന്നും മാറ്റിവെക്കാത്തത്? ആഘോഷങ്ങളെല്ലാം കൃത്യമായി തന്നെ നടക്കുന്നുണ്ടല്ലോ, അതിനൊക്കെ എവിടെ നിന്നാണ് പണം വരുന്നത് എന്നുള്ളൊരു രൂക്ഷ വിമർശനമാണ് ഹൈക്കോടതി ഇപ്പോൾ സർക്കാരിന് നേരെ ഉയർത്തിയിരിക്കുന്നത്. ഒപ്പം തന്നെ മരിയക്കുട്ടി കോടതിക്ക് മുന്നിൽ വരുമ്പോൾ അവർ VIP ആണ്, അതുകൊണ്ട് അവർക്കാണ് ഇവിടെ പരിഗണന. സർക്കാരിനോ അല്ലെങ്കിൽ കോടതിക്കോ ജഡ്ജിമാർക്കോ അല്ല അവരല്ല ഇവിടെ VIP. മരിയക്കുട്ടിയാണ്. മറ്റുള്ളവർക്ക് പെൻഷൻ കിട്ടിയോ എന്ന് ഉള്ളത് അല്ല കോടതിയുടെ വിഷയം. മരിയക്കുട്ടിക്ക് എന്തുകൊണ്ട് ഇതുവരേക്കും 4 മാസമായി പെൻഷൻ നൽകുന്നില്ല? അത് എത്രയും വേഗം പെൻഷൻ നൽകണം. ഇല്ലെങ്കിൽ മരിയക്കുട്ടിയുടെ 3 മാസത്തെ ഇനിയുള്ള 3 മാസത്തെ ചിലവ് സർക്കാർ ഏറ്റെടുക്കണം എന്നും കോടതി വിമർശിച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഈ സാമ്പത്തിക പ്രതിസന്ധിയാണ് സർക്കാർ പ്രധാനമായും ഉന്നയിക്കുന്നത്. കേന്ദ്രത്തിന്റെ വിഹിതം ലഭിച്ചിട്ടില്ല. അതായത് 4 മാസമായി ഏപ്രിൽ മുതൽ 4 മാസത്തെ കേന്ദ്ര സർക്കാരിന്റെ വിഹിതം ലഭിച്ചിട്ടില്ല എന്നും കോടതിയിൽ സർക്കാർ വ്യക്തമാക്കി. അതുകൊണ്ട് തന്നെ കേന്ദ്രത്തിനോടും നാളെ തന്നെ നിലപാട് അറിയിക്കാൻ കോടതി ആവശ്യപ്പെട്ടിട്ടുണ്ട്. അതോടൊപ്പം സർക്കാരിനോടും നാളെ തന്നെ ഈ കാര്യത്തിൽ മരിയക്കുട്ടിയുടെ വിഷയത്തിൽ എന്താണ് ഇനി സർക്കാർ എടുക്കുന്ന തീരുമാനം എന്നടക്കമുള്ള കാര്യങ്ങൾ വിശദീകരിക്കാൻ ഹൈക്കോടതി ആവശ്യപ്പെട്ടിട്ടുണ്ട്. നവമി ദിനേശാണ് വിവരങ്ങൾ നൽകിയത്. ശബരിമല വാർത്ത. ശബരീശ ദർശനം നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് വ്രതശുദ്ധിയുടെയും നന്മയുടെയും നാളുകൾ പരിശുദ്ധമാക്കാം മിൽമയ്ക്കൊപ്പം. മിൽമ, കേരളം കണികണ്ടുണരുന്ന നന്മ. ശബരിമലയിൽ തിരക്കൊഴിയുന്നു. പമ്പയിൽ നിന്ന് സന്നിധാനത്തേക്കുള്ള നിയന്ത്രണങ്ങൾ ഒഴിവാക്കി തുടങ്ങി. നിലയ്ക്കലിലേക്കുള്ള വാഹന നിയന്ത്രണം ഇന്നും തുടരും. ശബരിമലയിൽ ഇന്നലെ 18ാം പടി കടന്ന് ദർശനം നടത്തിയത് 97,619 തീർത്ഥാടകരാണ്. സന്നിധാനത്ത് വലിയ ഭക്തജനത്തിരക്ക് തന്നെ അനുഭവപ്പെടുന്നുണ്ട്. ഇന്നലെ പോലീസിന്റെ കണക്ക് പ്രകാരം 18ാം പടി കയറിയത് 97,619 പേരാണ്. ഇത് ഔദ്യോഗികമായിട്ടുള്ള കണക്കാണ്. പക്ഷേ ഇതിലും അധികം അയ്യപ്പന്മാർ 18 കയറാൻ സാധ്യതയുണ്ട് എന്ന് തന്നെ പോലീസ് പറയുന്നു. ഏതാണ്ട് 1 ലക്ഷത്തിലധികം പേർ ഇന്നലെ 18ാം പടി കയറിയിട്ടുണ്ട്. സ്വാഭാവികമായിട്ടും അതിന്റെ ഒരു തിരക്ക് ഇന്നലെ അനുഭവപ്പെട്ടിരുന്നു. ഇന്നിപ്പോൾ ആ സാഹചര്യങ്ങൾ അല്പം മാറിയിട്ടുണ്ട്. തിരക്ക് അതിനേക്കാൾ അല്പം കുറവാണ്. ഇന്ന് രാവിലെ 6 മണി വരേക്ക് 24,000-ലധികം പേർ 18ാം പടി കയറി. അതായത് 1 മണിക്കൂറിൽ 4,000-ലധികം പേർ
18ാം പടി കയറുന്നുണ്ട്. വളരെ വേഗത്തിൽ തന്നെ സന്നിധാനത്തെത്തുന്നവർ ദർശനത്തിന് 18ാം പടി കയറാൻ പോലീസിന്റെ സേവനം സഹായിക്കുന്നുണ്ട്. പക്ഷേ ഇവിടെ തിരക്ക് നിയന്ത്രണ വിധേയമാണെന്ന് പോലീസ് പറയുന്നു. പമ്പ മുതൽ സന്നിധാനം വരെ വലിയ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയിട്ടില്ല. പക്ഷേ 6-7 മണിക്കൂറുകൾ കാത്തു നിൽക്കേണ്ട സാഹചര്യം ഇപ്പോഴുമുണ്ട്. പ്രത്യേകിച്ച് മരക്കൂട്ടത്തിന് സന്നിധാനത്തേക്ക് കൃത്യമായ ഇടവേളകളിൽ മാത്രമേ കടത്തിവിടുകയുള്ളൂ. അത്രയും തിരക്ക് ആ മേഖലയിൽ അനുഭവപ്പെടുന്നുണ്ട്. നമുക്ക് അയ്യപ്പന്മാർ ചേരുന്നുണ്ട്. സ്വാമി, എവിടുന്ന വരുന്നേ? சென்னை. எப்படி இருக்கு? எவ்வளவு டைம் வெயிட் பண்ணுது? நாங்கள் 12 மணி நேரம் வெயிட் செய்யாது. சில டைம் 10 மணி நேரம் வெயிட் 10 மணி வரை 10 மணி நேரம் வெயிட். நேற்று பம்பையில் ஸ்டார்ட் நேற்று பம்பையில் ஸ்டார்ட் 6 மணிக்கு ஸ்டார்ட் பண்ணோம். நேற்று சாயங்காலம் 6 மணிக்கு ஸ்டார்ட். சாமி எங்க இருந்து வருது? திண்டுக்கல். திண்டுக்கல். எவ்வளவு டைம் வெயிட் பண்ணுது இப்போ? Night 7 o'clock. It's yesterday night. Yesterday you started Pamba. Yeah. How do you feel now? நல்லா இருக்கா? சாமி எங்க இருந்து? சென்னை. Waiting over. சாயந்தரம் 6 மணிக்கு தான் வரோங்க நாங்க. காலைல பம்பையில 6 மணிக்கு ஆரம்பிச்சு 10 மணி நேரம் ஆகும். 10 மணி நேரம் 12 மணி நேரம் 13 நேரம் 7-10 ஆச்சு. எப்படி இருக்கு இப்போ? ഏത് ഒരു പെരിയ കിടയത് അത്ര തിരക്കുണ്ടായിരുന്നില്ലേ? അന്നേരം മേൽശാന്തി പറഞ്ഞത് 1 മണിക്കൂർ കൂട്ടിയിട്ടുണ്ടെന്ന്. ഇന്നലെ ഞങ്ങൾ 10-11 മണിക്കൂറായിരുന്നു ക്യൂ നിന്ന്. 1 മണിക്കൂർ കൂട്ടുകയാണ്. ഇന്നലെ തന്നെ ദർശനം കണ്ടിട്ട് ഒരുപാട് സമയം വെയിറ്റ് ചെയ്യേണ്ടി വരുന്നുണ്ട്. വെള്ളം കിട്ടുന്നുണ്ടോ? വെള്ളം ഇവിടെ കിട്ടാനാ? വെള്ളം കിട്ടിയില്ല. പിന്നെ നമ്മൾ അവിടെ നിന്ന് ഒരു പയ്യൻ മോളിൽ പോയിട്ട് കുറച്ച് വെള്ളം എടുത്ത് വന്നിട്ടാണ്. കേരള ബോർഡ് வேஸ்ட் சாமி. என்னன்னா அடைச்சி வைக்கிறாங்க. அடைக்காம சாமி ரெகுலராக கியூவில் போயிட்டே இருக்கும். தண்ணி தர மாட்டேங்கிறாங்க. ஒரு இது கண்ட்ரோல் சரியில்லை. படியில் ஏறும்போது தள்ளி விடுறாங்க, தூக்கி விட மாட்டேங்கிறாங்க. அது என்னத்த சொல்றது, ரொம்ப கஷ்டமா இருக்கு. சாமி எവിടുന്നാ? മലപ്പുറം. എവിടുന്ന്? എങ്ങനെ വരുന്നത്? நல்லா இருக்கே. തെലുഗു. എന്നാണെങ്കിലും അയ്യപ്പന്മാരുടെ പ്രതികരണങ്ങളാണ് നമ്മൾ കേട്ടത്. ഒരുപാട് സമയം മണിക്കൂറുകൾ കാത്തു നിൽക്കുമ്പോഴുണ്ടാകുന്ന ബുദ്ധിമുട്ടുകളാണ് അവർ പങ്കുവച്ചിട്ടുള്ളത്. നമുക്കറിയാം തിരക്കേറിയ ഒരു സാഹചര്യമാണുള്ളത്. അതുകൊണ്ട് മണിക്കൂറുകൾ കാത്തു നിൽക്കേണ്ട അവസ്ഥയുണ്ട്. ഇത് മനസ്സിൽ വെച്ചുകൊണ്ട് തന്നെയാണ് അയ്യപ്പന്മാർ മല കയറാനെന്ന് പോലീസ് അഭ്യർത്ഥിക്കുന്നുണ്ട്. വലിയ തിരക്ക് അനുഭവപ്പെടുന്നുണ്ട്. ഇന്നലത്തെ അപേക്ഷിച്ച് തിരക്ക് ഇപ്പോൾ അല്പം കുറവാണ് എന്ന് മാത്രമേ പറയാൻ കഴിയുകയുള്ളൂ. പക്ഷേ ഇപ്പോഴും പമ്പയിലേക്ക് അയ്യപ്പന്മാരെ എത്തുന്നതിൽ നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുണ്ട്. അതായത് കോട്ടയം, പത്തനംതിട്ട ജില്ലകളിലെ ഇടത്താവളങ്ങളിൽ നിന്ന് കൃത്യമായ ഇടവേളകൾ മാത്രമാണ് അയ്യപ്പന്മാരുടെ വാഹനങ്ങൾ കടത്തിവിടുന്നത്. അത്രമാത്രം തിരക്ക് അനുഭവപ്പെടുന്ന ഒരു സാഹചര്യം തന്നെയാണ് സന്നിധാനത്തുള്ളത്. സന്നിധാനത്ത് തിരക്കുണ്ട്, പക്ഷേ ഇന്നലത്തെ അപേക്ഷിച്ച് അല്പം കുറവാണ് എന്നതാണ് നമ്മൾ വ്യക്തമാക്കുന്നത്. സന്നിധാനത്തും CV അനുമോദ്, ന്യൂസ് 18. ജിയോയ്ക്ക് 34.7 ലക്ഷം പുതിയ വരിക്കാർ. ഇതിൽ കേരളത്തിൽ നിന്നുള്ള 82,000 കണക്ഷനുകളും ഉൾപ്പെടുന്നു. സെപ്റ്റംബർ മാസത്തിലാണ് 82,000 പുതിയ വരിക്കാരുണ്ടായത്. ഇതോടെ കേരളത്തിലെ മൊത്തം വരിക്കാരുടെ എണ്ണം 1,05,00,000 മുകളിലെത്തി. ന്യൂസ് റൂം ലൈവ് പൂർണ്ണമാവുകയാണ്. കൂടുതൽ വാർത്തകൾക്കും വിശദാംശങ്ങൾക്കും malayalam.news18.com സന്ദർശിക്കൂ. ഫർണിച്ചറിന്റെ ഷവർ